സാമൂഹ്യക്ഷേമ പെൻഷൻ ക്രമക്കേട് അതീവ ഗൌരവത്തോടെ എടുക്കുകയാണ് സർക്കാർ. മുഖ്യമന്ത്രി വിളിച്ച മന്ത്രിതല യോഗം അല്പസമയത്തിനകം നടക്കാനിരിക്കുന്നു. ധനകാര്യ തദ്ദേശ മന്ത്രിമാരും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. തട്ടിപ്പ് നടത്തി പട്ടികയിൽ അനർഹമായി ഇടം പിടിച്ച അതിസമ്പന്നരെ ഒഴിവാക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. കോട്ടയ്ക്കൽ നഗരസഭയിലെ തട്ടിപ്പിൽ പരിശോധന ആവശ്യപ്പെട്ട് ഭരണസമിതി നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. കോട്ടയ്ക്കലിലെ തട്ടിപ്പിൽ കൂടുതൽ വ്യക്തത വരേണ്ടതിനാലാണ് വിജിലൻസ് അന്വേഷണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു. അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ വകുപ്പുകൾ നോക്കി പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് ആ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ വേറൊന്നും അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ അന്വേഷണം നടക്കുന്നതല്ലേ ഉള്ളൂ. വലിയ രീതിയിൽ ആണ് അനർഹർ കടന്നുകൂടിയത് എന്ന വിവരം ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്മേൽ നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ടി.വി. പ്രസാദ് വിശദാംശങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ വലിയ രൂപത്തിൽ അനർഹർ കടന്നുകൂടുന്നു. അനർഹർ എന്ന് പറയുമ്പോൾ അതിസമ്പന്നരാണ് കടന്നുകൂടിയിരിക്കുന്നത് എന്നുള്ള വിവരം ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞല്ലോ. മുഖ്യമന്ത്രി വിളിച്ച യോഗം അത് തുടങ്ങിയായോ? യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കുന്നു? പ്രസാദ്. സ്മൃതി, അല്പസമയത്തിനകം തന്നെ യോഗം തുടങ്ങും. സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്, ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ എന്നിവരും അതുപോലെ ഈ രണ്ട് വകുപ്പുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. 1458 സർക്കാർ ഉദ്യോഗസ്ഥർ പാവങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അത് വലിയ നാണക്കേടാണ് സർക്കാരിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ എങ്ങനെ ഇടപെടാം എന്നൊരു ഗൗരവമായ ചർച്ച ഇന്നലെ നടന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൽ CPIM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ഗൗരവമായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യണം എന്ന അഭിപ്രായമാണ് ഉയർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പരസ്യമായി തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം പറയുകയും ചെയ്തു. അതായത് പുറത്തു വന്നത് ചെറിയൊരു ഭാഗം മാത്രമാണെന്നും ഇതിലേറെ വരാനുണ്ടെന്നും അതിനെതിരെ ഗൗരവമായ നടപടി തന്നെ സർക്കാർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് ഇന്നലെ M.V. ഗോവിന്ദൻ പറഞ്ഞത്. ആ രീതിയിൽ തന്നെയാണ് സർക്കാർ ഇതിനെ കാണുകയും ചെയ്യുന്നത്. സ്മൃതി, അതായത് വലിയ നാണക്കേട് ഇത് സർക്കാരിന് ഉണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ്. അതായത് 2 കോളേജ് അധ്യാപകരും ഹയർ സെക്കൻഡറി അധ്യാപകരും അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഇത് വാങ്ങിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത്. എങ്ങനെയാണ് ഇവർക്ക് ഇതിനുള്ള അവസരമുണ്ടായത്, എങ്ങനെയാണ് ഇവർ ഇതുമായി മുന്നോട്ട് പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഗൗരവമായ പരിശോധന അതാത് വകുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സംഭവം റിപ്പോർട്ടായി വന്നതിന് ശേഷം അതാത് വകുപ്പുകൾക്ക് ഗൗരവമായി പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശം ധനവകുപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇന്നലെ കോട്ടക്കൽ നഗരസഭയിലെ മാത്രം വിവരം പുറത്തേക്ക് വന്നത്. അവിടെ ഒരൊറ്റ വാർഡിൽ, അതായത് 7-ാം വാർഡിൽ 42 അപേക്ഷകൾ പരിശോധിച്ചതിൽ 38ഉം ക്രമക്കേടുകൾ നിറഞ്ഞതാണ് എന്ന വിവരം കിട്ടി. അതുമാത്രമല്ല, BMW കാർ ഉപയോഗിക്കുന്നവരും വലിയ അത്യന്താധുനിക സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരും ഉൾപ്പെടെ ഈ ക്ഷേമ പെൻഷൻ കൈക്കലാക്കുന്നു എന്ന വിവരം പുറത്തു വന്നതോടുകൂടി ആ നഗരസഭയിലാകെ ഈ പരിശോധന വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കടന്നത്. ഒപ്പം സംസ്ഥാന വ്യാപകമായി ഈ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഇന്നത്തെ യോഗം. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള 1458 സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്ഷേമ പെൻഷനുകൾ റദ്ദ് ചെയ്യുന്നതിനൊപ്പം അവർക്കെതിരെ നടപടിയും ഉണ്ടാകും. പോലീസ് കേസ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയും സർക്കാർ എത്തിയതുമില്ല. എന്തായാലും ആകെ പെൻഷൻ വാങ്ങിക്കുന്ന 60 ലക്ഷത്തിലേറെ പേരിൽ വലിയൊരു ഭാഗം ആളുകൾ, തട്ടിപ്പ് നടത്തുന്ന വലിയൊരു വിഭാഗം ആളുകൾ പിടിയിലാകും. അവരുടെ പെൻഷൻ റദ്ദാവുകയും ഒപ്പം നടപടി ഉണ്ടാകും എന്നുള്ള എന്നുള്ളത് ചെറിയ കണക്കല്ല. 1458 സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ പെൻഷൻ വാങ്ങുന്നത്. ക്രിമിനൽ കേസ് അടക്കം എടുക്കാവുന്ന പിഴവുകൾ, ക്രമക്കേടുകളാണ് ഇതിനകം കണ്ടെത്തുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി വിളിച്ച പ്രധാനപ്പെട്ട യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.